GT Holidays, South India's #1 travel brand. Govi, a vernacular edutech brand, skilling everyone, everywhere. ടോബി സോബിക വെൽക്കം ടു ഗലാട്ട പ്ലസ്. നിങ്ങളിപ്പോൾ രണ്ടുപേരും അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകൾ അന്വേഷിക്കുമ്പോൾ കണ്ടത് ഭയങ്കര ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റണ്ണായിരുന്നു. ഭയങ്കര ഇതായിട്ട് തോന്നി. അതായത് ഇപ്പം മറ്റുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, ഈ ഇംഗ്ലീഷ് ഇതൊക്കെ കയറ്റി വരുന്ന സമയത്ത് നിങ്ങളത് ഭയങ്കര സിമ്പിളായിട്ട് പണ്ടത്തെ ഈ കണ്ണികൂടി അതുപോലത്തെ സിനിമകളുടെ ഒരു മൂഡിലോട്ട് പോയിട്ട് കൂടുതൽ ആൾക്കാർ കാണുകയും എൻജോയ് ചെയ്യുകയും ചെയ്യും. ഇപ്പം ഇതിൽ OTT വന്നപ്പോഴും നിങ്ങളൊരു കുഞ്ഞു സിനിമ അത് ഇത്ര പോയി കൊടുത്തി, അതാ പ്രതീക്ഷിച്ചായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഇത്രയും ഒരു ഇല്ല ഇങ്ങനെ ഹിറ്റ് ആവുന്ന അറിയാം, നന്നായിട്ട് വർക്ക് ആവുന്ന അറിയാം. ഇല്ല അങ്ങനെ അത്ര വലിയ ഹിറ്റ് ആവുന്നു ആ ലെവലിലോട്ട് പോകുന്നു ഒട്ടും വിചാരിച്ചിട്ടില്ല. പക്ഷെ പടം വർക്ക് ആവുന്നുള്ള നമ്മൾ കഥ കേൾക്കുമ്പോഴുണ്ടാകും. പിന്നെ അതിനെ എങ്ങനെ വർക്കൗട്ട് ആക്കാന്നുള്ള പരിപാടി ചെയ്തുകൊണ്ട് എല്ലാ സ്ഥലത്തും ഓടി നടക്കുന്നുണ്ട്. ഇപ്പോഴും ഒന്നുമില്ല. ഇപ്പൊ ഡേറ്റ് ചോദിക്കണം കാണാനായിട്ട്. മുംബൈയിലാണ് ഇപ്പോഴും. ഇപ്പോഴും പുറത്തുണ്ട്. ചെന്നൈ കഴിഞ്ഞ് ഇപ്പൊ മുംബൈ ആയി. ശരി. ഇപ്പോൾ ഈ സക്സസിന്റെ കാര്യം പറയുമ്പോഴേ ഇതിന് കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനോ നിങ്ങളുടെ ഈഗോ പോസ്റ്റും ആ ഒരു ഹൈ എൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പൊതുവെ അത് തന്നെയാണോ അടുത്ത പടം വരുമ്പോ? പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ, നമ്മൾ അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷെ ഒരു പരിധി വരെ അത് ശരിയാണ്. അവസാനത്തെ സിനിമ അനുസരിച്ചായിരിക്കും നമ്മൾ ആൾക്കാർ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ക്യാൻസലൊക്കെ ചെയ്ത് കളയുന്ന കൾച്ചർ ഉള്ള കാരണം കൊണ്ട് ഞാനിപ്പോ അത് ചോദിക്കാൻ പോവാണ്. അടുത്തൊരു അല്ല ഇത് അങ്ങനെ തന്നെയാണോ സഭയ്ക്കൊക്കെ? പിന്നെ സന്തോഷമുണ്ട്. പക്ഷെ അത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് റിലീസ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞാൻ അടുത്ത പടത്തിന് ജോയിൻ ചെയ്തു. കാരണം പ്രാവൻകുടി ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഒരു ബ്രേക്ക് ഇട്ട് വരുന്നത്. അപ്പോൾ അതുവരെ എനിക്ക് അങ്ങനെ സന്തോഷിക്കാനോ കറങ്ങാനോ പറ്റിയിട്ടില്ല. ഞാൻ അതിൻ്റെ ഡേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ പക്ക ടൈറ്റായി പോയി. നമ്മുടെ പടം റിലീസ് മാറി മാറി വന്നതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് മാറ്റി വെക്കാനും പറ്റില്ല. പക്ഷെ എന്നാലും സന്തോഷം ആ സമയത്ത് തന്നെ ഭയങ്കര എന്താ പറയുക, ഇടയ്ക്ക് എവിടെയും പോകുന്നതാണെങ്കിൽ എല്ലാവരും കോളുകൾ വരുമ്പോഴും നമ്മുടെ ബോയ്സ് തന്നെ എല്ലാ സ്ഥലത്തും പോകുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ കമൽ സാറിനെ കാണാനായിട്ട് ഒരു ദിവസം ചോദിച്ചിട്ട് ഒരു ദിവസം പോയി നമുക്ക് അടുത്ത് വെച്ചിട്ട് പോയി വന്ന് പിന്നെ എന്താ പറയുക നന്നായിട്ട് മാറി. കാരണം ഹാപ്പിനെസ് മൊത്തത്തിൽ വീട്ടിലാണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് തന്നെ ഒരു എന്താ പറയുക, വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു സന്തോഷം. ഇങ്ങനത്തെ ഒരു ഹാപ്പിനെസ് നമുക്ക് വന്നിട്ടില്ല. ഇൻഡസ്ട്രിയിലെ ആൾക്കാർക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ സിനിമകള് ബൗണ്ടറീസ് ഒക്കെ ക്രോസ് ചെയ്ത് പോയി. നമ്മളെ മലയാളത്തിൽ നിന്നുള്ള ഏത് സിനിമ വർക്കാവുന്ന സമയത്തും നമുക്ക് ഇപ്പൊ കണ്ടില്ല ഒരു സിനിമ ഭയങ്കര സക്സസ്ഫുൾ ആയി, ബാക്കിൽ വരുന്ന സിനിമകളെല്ലാം സക്സസ്ഫുൾ ആവും, നല്ല സിനിമകളെല്ലാം സക്സസ്ഫുൾ ആവുകയാണ്. അങ്ങനെ പറയുന്നത് ഓരോ സിനിമയും ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്ന ഒരു വളർച്ചയുണ്ട്. ആ വളർച്ചയിൽ നമ്മളെ ഓരോരുത്തരും സന്തോഷിക്കേണ്ടതാണ് ഈ സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കാര്യം. കൂടുതൽ ആൾക്കാർ നമ്മുടെ സിനിമകൾ കാണും. അതിന് ഓരോ സിനിമയുടെ വിജയം ഇറ്റ് മാറ്റേഴ്സ്. അത് പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ഒരു കാലത്ത് ഒരു ഡൾ ഫേസ് ഉണ്ടായിരുന്നു, അതൊന്ന് തിരിച്ചു വന്നു. ഡൾ ഫേസ് എപ്പോഴും ഉണ്ടാവും, അത് നോക്കിയിട്ട് കാര്യമില്ല. അത് അങ്ങനെ വന്നും പോയി ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പണിയെടുക്കാൻ ഒരു ഊർജം, ഒരു മോട്ടിവേഷൻ. അല്ല അത് ശരിക്കും പറഞ്ഞാൽ ടോവി പറഞ്ഞ പോലെ ക്യാൻസലിങ്ങിന്റെ ഇപ്പോൾ ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ പൊതുവേ ആൾക്കാരുടെ ഒരു പ്രതികരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പം ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി കഴിവ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാരാണ്, എന്താ പറയുക, അത്രയും നല്ല സിനിമ ഒരു ബോഡി ഓഫ് വർക്ക് ഉണ്ട്. പക്ഷേ ഇപ്പം ഈ വേറെ ഏതെങ്കിലും ഒരു പുതിയ സിനിമ വന്ന് അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇവർ ഈ മറ്റേതൊക്കെ മറക്കും. അതിപ്പോൾ നമ്മൾ പഴയ ഡയറക്ടേഴ്സിന് നോക്കി കഴിഞ്ഞാൽ പ്രിയദർശൻ അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ഇരിക്കും, അപ്പോൾ നിങ്ങളെന്താണ് പണ്ട് ചെയ്തതെന്നും ഓർമ്മയില്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? അല്ല, അപ്പൊ നമ്മള് അതും ഒരു കാര്യമാണ്. എല്ലാ സിനിമയും നന്നാവണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കും. നന്നാവുക എന്ന് പറഞ്ഞാൽ എല്ലാം ഈ കോടിക്കണക്കിന് രൂപ കിട്ടുന്നത് മാത്രമല്ലല്ലോ. ആ സിനിമ എന്താണോ എയിം ചെയ്ത് ആ സക്സസിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എയിം ചെയ്ത സക്സസിലേക്ക് എത്തിയില്ലെങ്കിൽ അത് ഫെയിലിയർ തന്നെയാണ്. എയിം ചെയ്ത സാധനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് ഫെയിലിയർ തന്നെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അടുത്ത സിനിമയിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. നമ്മൾ എല്ലാ സിനിമയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം എന്നുള്ളതല്ല, എല്ലാ സിനിമയും നമ്മൾ ചെയ്യുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ എയിം ചെയ്തത് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അതെ അത് പറയുമ്പോൾ നമ്മൾ ഈ ക്രിയേറ്റീവായിട്ടൊരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു പരിധിവരെ ഫെയിം അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഭയങ്കര നല്ല കാര്യമല്ലേ? ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ഉണ്ടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ കുറേ ടെൻഷനുകൾ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ല. അതെ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ബാക്കിയുള്ള പകുതിയല്ല കുറേ ടെൻഷൻ മാറി കിട്ടും. കാര്യം ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ മാത്രം പേഴ്സണൽ ടെൻഷൻസ് ആയിരിക്കും. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ചിലപ്പോൾ നമ്മുടെ ഫാമിലിയും നമ്മളെ ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും നമ്മളുടെ അടുത്ത് വരുന്ന സിനിമകൾക്കും ഒക്കെയും അത് ബാധിച്ചേക്കാം.
അതുകൊണ്ട് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള തരം സിനിമകൾ ചെയ്യാം. നമുക്ക് പൈസയ്ക്ക് വേണ്ടി സിനിമ ചെയ്യേണ്ടി വരില്ല. അങ്ങനത്തെ കുറച്ച് നാൾ വെറുതെ വീട്ടിലിരിക്കാം. അതെ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അതായത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലാതെ എങ്ങനെയാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നുന്നത്? നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുന്ന പോലെ അല്ലല്ലോ. ഫാമിലിയില്ലേ, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, നമ്മുടെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ അതും ചിന്തിക്കണം. അതെ, രണ്ടും കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് കുറച്ച് ആളായിട്ട്. ഇപ്പൊ ഓക്കെ, അതൊരു കുറച്ച് കഴിയുമ്പോൾ ഒരു ക്രിയേറ്റീവ് സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കൊന്ന് ആദ്യം തന്നെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ആദ്യത്തെ കുറച്ച് വർക്കുകൾ അങ്ങനെ നിങ്ങളൊരു സാറ്റിസ്ഫാക്ഷൻ ഒത്ത് പോയില്ലെങ്കിൽ പോലും പിന്നീട് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. നേരത്തെ ഓൾറെഡി ഇല്ല. കാരണം അത് എന്നിലൂടെയോ എൻ്റെ ഫാമിലിയിൽ നിന്നും നേരത്തെ എടുക്കാനായിട്ടില്ല. നമ്മളായിട്ട് ഇപ്പോൾ അവിടം വരെ എത്തണേ ഉള്ളൂ. ലൈക്ക് ഇപ്പോൾ ഓക്കെ എന്ന് പറയുന്ന. അപ്പോൾ അത് തന്നെ എൻ്റെ ഒരു തലമുറയിലോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നമ്മളിൽ നിന്നും വീട്ടുകാർക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണല്ലോ. കാരണം ഇതിനു മുമ്പാണെങ്കിൽ ഇപ്പം ഞാൻ വാപ്പ ഫിലിം ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സക്സസ്സിലോട്ട് വാപ്പ എത്തിയിട്ടില്ല. കാരണം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടാണെങ്കിൽ പോലും അതങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും നേടിയിട്ടില്ല. അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു. അതിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ വാപ്പാക്ക് ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ എന്നെ ഒരു ആക്ടറായിട്ട്, ഒരു ഡയറക്ടറായിട്ട്, ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറായിട്ട് ആ പടം എനിക്ക് അത് എത്ര ക്യാഷ് കിട്ടിയാൽ പോലും ആ സന്തോഷത്തിൻ്റെ അപ്പുറത്ത്, ആ ഫേസിൽ കാണുന്ന ആ സന്തോഷത്തിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും വരില്ല. കാരണം അത് ഭയങ്കര വലിയ ഹാപ്പിനെസ്സാണ്. കാരണം അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. കാരണം അതിലൂടെ നമ്മളിപ്പോൾ എത്തിയല്ലോ. ഇപ്പോൾ കുറച്ചൊരു സെക്യൂർഡ് ഇനിയും നമ്മൾ കുറച്ചും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെയും എല്ലാവരും ഒന്ന് സെറ്റ് ആവുമല്ലോ. അതെ 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 അതിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട്. സിനിമയിൽ നമ്മളുടെ സുഹൃത്തുക്കളുണ്ടാവാം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്തുള്ള നമ്മളുടെ സുഹൃത്തുക്കളുണ്ടാവാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാവാം, ഒക്കെ ഉണ്ടാവും. എല്ലാവരും സിനിമയിലുള്ളവർ തന്നെ എല്ലാവരും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിലല്ല ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സംവിധായകന്മാരെല്ലാം അഭിനയിക്കുന്നതിന് കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് സംവിധായകൻ ഒരു സ്പെൻഡ് ചെയ്യാൻ 2 വർഷം 3 വർഷം പോയി കണ്ടാൽ അവർക്ക് അത് ശരിയാവുന്നില്ല. ഇപ്പൊ എത്ര പേരെടുത്ത് നോക്കാം, ഡയറക്ടേഴ്സ് പഴയ റാഫി സാർ വരെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ കാണുന്നതിന്. നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ വേറെ 2 തരത്തിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ ലക്ഷറീസ് ഒക്കെ ഒഴിവാക്കി വെച്ചിട്ട് നമ്മുടെ ഉള്ളത് വെച്ച് ജീവിച്ചാലും നമ്മൾ ഫിനാൻഷ്യലി സെക്യൂർ ആണ്. അങ്ങനെയും ചിന്തിക്കാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടാണ്. അതുപോലും ഇല്ലാതാവുമ്പോഴാണ് ഫിനാൻഷ്യലി നമ്മൾ ഇൻസെക്യൂർ ആവേണ്ട കാര്യമുള്ളൂ. ഞാൻ ചോദിക്കാൻ കാരണം ഈ ഗുരുദത്തിൻ്റെ കാഗസ് കെ ഫൂൽ തന്നെ പടം കണ്ടപ്പോൾ അത് ഭയങ്കര ക്രാഫ്റ്റ് വൈസ് നല്ല സിനിമയാണ്. പക്ഷേ അത് ഫ്ലോപ്പായിരുന്നു ഇറങ്ങിയ സമയത്ത്. അപ്പോൾ അതിലെ നായകൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇയാൾക്ക് പ്രിവിലേജ് ഉണ്ട്, പണമുണ്ട്, പക്ഷേ ഈ ക്രിയേറ്റീവ് സ്ട്രഗിൾ എന്ന് പറയുന്ന സംഭവം അത് ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവർ പറയുന്നത് വെച്ചാൽ ഇയാൾക്ക് ഇതെല്ലാം ഉണ്ടല്ലോ, പ്രിവിലേജ് ഉണ്ട്, പണിയുണ്ട്, പക്ഷേ അപ്പം പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണുന്നില്ല സാധാരണക്കാരുടെ. അപ്പോൾ ഈ ക്രിയേറ്റീവ് സ്ട്രഗിൾ എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ്? അത് എല്ലാവരും വിചാരിക്കുന്നത് കുറേ പൈസ ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആണ്. അങ്ങനെ അല്ലല്ലോ. കുറേ പൈസ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു സൈഡിൽ കിടന്ന് അതങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ അത്രയും സാമ്പത്തികം ആയിട്ട് ഭദ്രതയില്ലാത്ത സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ നാളെ എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പൈസ കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് കുറേ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. എന്നാലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ആ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് നമ്മളുടെ ഒരേ ഒരു കൺസേൺ. അല്ലാതെ വേറെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ. അപ്പം നിങ്ങൾ ഈ ഇപ്പം ഫിലിം ഈ ചോയ്സസ് എടുക്കുന്ന സമയത്ത് ഇപ്പം മുന്നേ നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞിട്ടുണ്ട് ടോവിനോ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്, ഒരു ഫേസ്. പക്ഷേ ഇപ്പം കുറച്ചും കൂടെ കെയർഫുള്ളാണ്. അപ്പം ഈ നമ്മൾ ഈ വെറ്ററാൻ ഫിലിം മേക്കേഴ്സിന് നോക്കുന്ന സമയത്ത് പലരും വിചാരിക്കും വെറ്ററാൻ ഫിലിം മേക്കേഴ്സിനായിരിക്കും ജഡ്ജ്മെൻറ്റ് കുറച്ചും കൂടെ കറക്റ്റ്. പക്ഷേ ഇപ്പോഴുള്ള അത് നോക്കുമ്പം അങ്ങനെ പറയാൻ പറ്റില്ല. അതേസമയം ന്യൂ കമ്മേഴ്സിന് ഇതുപോലെ നല്ല ജഡ്ജ്മെൻ്റുള്ള ആൾക്കാരുണ്ട്, മോശമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു ഇൻറ്റ്യൂഷൻ്റെ കാര്യത്തിൽ എങ്ങനെ ഇപ്പോൾ രണ്ടുപേരും നിങ്ങൾ പുതിയ ആൾക്കാർ പഴയ ആൾക്കാർ എന്നുള്ള രീതിയിലല്ല നോക്കേണ്ടത്. ആരാണോ ഇപ്പോൾ ആ പൾസ് അറിഞ്ഞ് സിനിമ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമായിരിക്കും ഇമ്പോർട്ടൻറ്റ്. ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഓൾഡ് സ്കൂൾ അല്ലേ, 96 years old. ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ പ്രായോ ഒന്നുമല്ല. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം.
കാലക്രമേണ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ അപ്ഡേറ്റഡ് ആയവരുടെയും അപ്ഡേറ്റഡ് ആവാത്തവരുടെയും തമ്മിലായിരിക്കും. അതിൽ പ്രായം ഒരു മാനദണ്ഡമേ അല്ല. കാലം മാറിക്കൊണ്ടിരിക്കുന്നു, ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് മാറി അങ്ങനെ ചോദിച്ചു നിൽക്കുകയല്ല, നമ്മൾ അതിന് റിവേഴ്സിബിൾ അല്ല, അതിൻ്റെ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അത് പോവുകയും അപ്പോഴാണ് നമുക്ക് ഈ ആൾക്കാർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് കൊടുക്കാൻ പറ്റുകയും ചെയ്തല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ചേഞ്ചുകൾ വന്നനുസരിച്ചാണ് നമ്മൾ തിരിച്ചറിവ്. സവികയുടെ കാര്യത്തിൽ ഇപ്പം ഈ സവികളെ കുറച്ചും കൂടെ അടുത്തറിയുന്ന ആൾക്കാർക്ക് സവികല ആക്ടറിനെ ബെസ്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും അവർക്ക് അറിയാലോ എൻ്റെ പല കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സുഡാനിലെ ഡയറക്ടർക്ക് എന്നെ പരിചയമില്ല. അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമീർ ഭായിക്കും ഷൈജുവിനാണ് എന്നെ പരിചയം. അപ്പോൾ പക്ഷെ അത് വർക്കൗട്ടായത് അതങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ. കാരണം അതുമല്ല, ഞാൻ തുടക്കക്കാരനുമാണ് ആ സമയത്ത്. ഒരു ആക്ടർ ഒരു മെയിൻ ക്യാരക്ടറൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നെ ഒരു ക്യാരക്ടർ പിടിച്ച് ഏൽപ്പിക്കും. അപ്പം ഞാൻ അവരത്തിന് ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്താൽ ശരിയാവും അല്ല, നമുക്ക് അത്ര നമുക്ക് ചെറിയൊരു പടം ചെയ്യണം, നമുക്ക് നോക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സിനെ കാട്ടി കാരണം ക്യാഷ് കിട്ടുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ പറയും ബാക്കിയുള്ളവർ പറയുമ്പോൾ എനിക്ക് അതിനെക്കാട്ടി വലിയ സന്തോഷം സുഡാനി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച് എനിക്ക് കിട്ടിയിരിക്കുന്ന അതിൽ എന്താ പറയുക, എല്ലാവരും പറയുന്ന ഒരു അംഗീകാരവും അതിലിപ്പോൾ ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് കിട്ടിൻ്റെ അത്ര സന്തോഷം എനിക്ക് മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ രീതി നോക്കുമ്പോൾ ഇല്ല. പിന്നെ കുമ്പളങ്ങി ഉണ്ടോ? പിന്നെ കുമ്പളങ്ങി ഉണ്ട്. കാരണം അത് വേറെ രീതിയിലുള്ള ഒരു, കാരണം നമ്മളത് പെർഫോം ചെയ്ത് ഇങ്ങനെ പറയാൻ നേരത്തെ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് കിട്ടുന്നില്ല, അതിങ്ങനെ നിൽക്കണം ഇപ്പോഴും. അങ്ങനെ പറയുന്നത് കാരണം ചിലതിൽ എന്താ പറയുക പൈസ കിട്ടുന്ന പോലെയല്ല, ചില അംഗീകാരങ്ങൾ പൈസ ഇല്ലാതെ തന്നെയുള്ള ഈ പറയുന്ന അംഗീകാരങ്ങൾ സന്തോഷം തന്നെയാണ് മണിനെക്കാട്ടി വലുതെന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ അതേസമയം എനിക്ക് തോന്നുന്നു ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഈ ജിന്ന് ഞാൻ എത്ര പേര് കണ്ടെന്ന് അറിയില്ല, ജിന്നിലെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ് ജിന്ന്. ആ സമയത്ത് അത് ഇറങ്ങിയ ടൈമും അധികം പേര് തിയേറ്ററിൽ അത് കണ്ടിട്ടില്ല. ഇപ്പോഴും OTT-ലുണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് എവിടെയെന്നുള്ള കറക്റ്റായിട്ട് അറിയാത്തത്. രണ്ട് പേഴ്സണാലിറ്റീസിൻ്റെ ഒരു അത് നല്ല കഷ്ടപ്പെട്ട ഫിലിമാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളിൽ, കയ്യിലുണ്ടാവുന്ന പടങ്ങളിൽ മെയിനായിട്ട് നിൽക്കുന്ന ഒരു പടം കൂടി തന്നെയാണ് ജിന്ന്. അങ്ങനെ ഒരു വർക്ക് ചെയ്ത മൂവി അതിപ്പോഴും മനസ്സിലുണ്ട്. കാരണം നമ്മൾ ഈ ഷോട്ട് വെച്ചിട്ട് ഈ ക്യാരക്ടർ ചെയ്തിട്ട് ഷോട്ട് മാറ്റും, അപ്പം തന്നെ പോയി മറ്റാളായിട്ട് വരണം ആ ഫ്രെയിമിൽ തന്നെ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം അയാൾ മറ്റുള്ളൊരു പാവം വേറെ ടൈപ്പ് ഒരാളും, ഇയാൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, അത് ഒരു ഷോട്ടിലല്ല ത്രൂ ഔട്ട് അങ്ങനെ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു പുതിയ എന്താ പറയുക അറിവാണ്, എനിക്കത് ചെയ്യണമെന്നുള്ള ഒരു ഇത് എന്നിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അമ്പിളിയാണെങ്കിലും എനിക്ക് അതേപോലെ ഭയങ്കരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സാധനമുള്ളൂ. അങ്ങനത്തെ ഒരു ഷോട്ടിൽ പോലും അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ പോലും ആ മാനേഴ്സ് മാറാൻ പാടില്ല. അത് ഭയങ്കരമായിട്ട് നോക്കണമായിരുന്നു. പിന്നെ അത് ത്രൂ ഔട്ട് അത് പിടിക്കാന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളുമാണ്. പിന്നെ സിദ്ധാർത്ഥം അതുപോലെ ഒരു ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ, മുമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും 10 വർഷം മുന്നേ ആണെങ്കിൽ പോലും. ചന്ദ്രേട്ടൻ എവിടെയാണ് പുള്ളി ഇപ്പോഴും ആ ഒരു എക്സ്പെരിമെന്റൽ മൈൻഡ് സെറ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ആളാണല്ലോ, അഭിനയിക്കുന്നുണ്ട്. അതെ, പ്രവേഗത്തിൽ അതിനാ പറയും ഇപ്പൊ എല്ലാവർക്കും മാറ്റങ്ങൾ വന്നു. ഡയറക്ടേഴ്സ് ഒക്കെ ഇപ്പൊ അഭിനയിച്ചു കൊടുക്കുന്നുണ്ട്. അതെ അതെ, നല്ല നല്ല ക്യാരക്ടേഴ്സും നന്നായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. സിദ്ധുവിനൊക്കെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു, പിന്നെ അറിയാല അത് പണ്ടെന്ന് വെച്ചാൽ പുള്ളി വേറെ ആളാണെന്നല്ലോ ഡബ് ചെയ്തോണ്ടിരുന്നത്. ആ സമയത്ത് നമുക്ക് ശരിക്കും ഇത് മനസ്സിലാകുന്നില്ലല്ലോ. ഇപ്പൊ പുള്ളിയുടെ വോയിസ് തന്നെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ കാര്യം പറയുമ്പോഴേ ഈ ഒരുപാട് റോളുകൾ ഈ സാധാരണ ഈ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പം ആക്ഷൻ അല്ലാത്ത ഇപ്പം നാട്ടിൻപുറത്തുള്ള അങ്ങനെ റിലേറ്റബിൾ ആയിട്ട് റോൾസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂവിന് മുന്നേ സംസാരിച്ചു പറയാൻ ഈ പ്രൈവസിയുടെ കാര്യം. ഇപ്പോൾ ആക്ടേഴ്സ് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സായി മാറുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ആ ലോകം പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ഷൻ കുറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എനിക്കറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലുണ്ട് ഒരു 10-15 പേര് പബ്ലിക്കാണ്. അല്ല, പക്ഷേ ടൂറൊക്കെ പോകുമ്പോൾ ഒരു പാക്കേജ് ടൂർ പോകാനുള്ള ഒരു ബസ്സിനുള്ള ആളുണ്ട്. ഞങ്ങൾ എന്താ പറയുക, എല്ലാവരും സാധാരണക്കാരായിട്ട് പോയി ഭക്ഷണം കഴിക്കും. ഇപ്പോഴും ഇപ്പം ഇന്ന് രാവിലെ വരാൻ നേരത്തെ തന്നെ നമ്മുടെ ആലുവ എയർപോർട്ടിൻ്റെ അടുത്തുള്ള വാപ്പാട് മോൻ്റെ ചെറിയ കുഞ്ഞുകളിൽ പുട്ടും ബീഫും കിട്ടണ അവിടുന്ന് കഴിച്ചിട്ടാണ് വന്നത്. സ്ഥിരം പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ അറിയാം, വിളിച്ചു പറയും അതേ വരുന്നത് കേട്ടാ. പിന്നെ അങ്ങനത്തെ പ്രോബ്ലം എനിക്കിപ്പോഴും ഫീൽ ചെയ്തില്ല. അങ്ങനെ പോകാൻ പാടില്ല, പുറത്തിറങ്ങാൻ. അതെ അതെ, എനിക്ക് അങ്ങനെ അറിയില്ല. നിങ്ങളുടെ ഫാമിലി, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഒരു ഏലിയനേറ്റഡ് അല്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രൈവസിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൈവസിക്ക് കൂട്ടുകാരായിട്ട് അങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടെ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ ആൾക്കാരുമായിട്ട് ഇടപഴകാതെ ജീവിച്ചു കഴിഞ്ഞാലാണെന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവാതിരിക്കുക. എങ്ങോട്ടാണ് ലോകം പൊക്കോണ്ടിരിക്കുന്നത്, നമ്മളെവിടെയാണ് ലോകം എവിടെയാണെന്നുള്ളത്
മറ്റേത് അറിയാവുന്ന നല്ലതല്ലേ പറയുള്ളൂ. ഇത് ഇവരാണ് കറക്റ്റായിട്ട് പറയുകയും ചെയ്തു. അത് ഭയങ്കര മോശം ഓർന്നിട്ടുള്ള നമ്മുടെ വായന തന്നെ വല്ല അബദ്ധം വന്നു കഴിഞ്ഞാല് നമ്മുടെ വായന അബദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കി കൊല്ലുന്ന കൂട്ടുകാർ അത് വേണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മള് അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കുന്ന വേറൊരു കാരണമുണ്ട്. അതായത് ഈ റോൾസ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പം ചില ആക്ടേഴ്സ് പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ പബ്ലിക് എക്സ്പോഷർ ഇപ്പോൾ ആക്ടർ ആയതിനു ശേഷം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ കാണുന്ന ആൾക്കാർ ഇപ്പം നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ കുടുംബക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ കുറച്ചും കൂടെ അല്ലാട്ടോ ആക്ച്വലി അതെന്താ വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറയായിരുന്നു, ഞങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സജിൻ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള ആൾക്കാർ, സജിൻ്റെ സ്ഥിരം ജോലി മേഖലയിലുള്ള ആൾക്കാരെയാണ് കൂടുതൽ കാണുന്നത്. ഞങ്ങൾ അതിൽ കൂടുതൽ ആൾക്കാരെ കാണുന്നുണ്ട്. ഞങ്ങൾ ഓരോ സ്ഥലത്തും പോയിട്ട് അവിടെ താമസിക്കുകയാണ് കുറച്ച് നാൾ. അപ്പോൾ നമുക്ക് അവിടെയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി പുതിയതായിട്ടുള്ള ആൾക്കാർ, അവർ നമ്മളോട് പെരുമാറുന്നത് ആദ്യത്തെ ഒരു ദിവസമൊക്കെ മറ്റേ സാർ ഒക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മൾ അടുപ്പം വന്നു കഴിയുമ്പോൾ അവരായിട്ടും നമ്മളായിട്ടും തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആൾക്കാരെ കാണാതെ ജീവിക്കുന്നില്ല, ആൾക്കാർ കണ്ട് അടുത്ത് ഇടപഴകി. പിന്നെ ഈ സിനിമയ്ക്ക് ഉള്ളിലുള്ളവരും എല്ലാവരും നമ്മളെ പോലെ പ്രൈവസി പോകുന്ന ആൾക്കാരല്ലല്ലോ. ആക്ടേഴ്സിന് മാത്രമല്ലേ ഉള്ളൂ. നമ്മളൊരു സിനിമയിൽ ദിവസവും നമ്മൾ 150 പേരെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ 200 പേരെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആവുന്നില്ല നമ്മളുടെ എക്സ്പോഷർ. അത് നല്ലൊരു കാര്യമാണ്. കാരണം പിന്നെ എഴുന്നേറ്റ് നമ്മൾ തിരിച്ച് രാത്രി വന്ന് കിടക്കണ വരെ നമ്മളിവിടെ കുറേ പേരുണ്ട് അല്ലേ. പിന്നെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മളൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള വീട്ടിലുള്ളവർ കണ്ടാൽ തന്നെ ആദ്യമൊക്കെ ടോവിനോ സൗബി എന്നുള്ള സാധനം ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇവർ ഈ പോക്കും വരവും കാണുമ്പോൾ തന്നെ നല്ല പണിയാണല്ലോ. അപ്പോഴാണ് അവർ മനസ്സിലാക്കണം ഇവരെ പാവങ്ങൾ ഇത് പോയി വന്ന്. കാരണം അങ്ങനെയുണ്ടല്ലോ, കാരണം അവർ വിചാരിച്ചേക്കണ അങ്ങനെ ഒന്നും കാണുന്ന സ്ഥലങ്ങളാണല്ലോ നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്നതും. പക്ഷെ അവർ തന്നെ കാണും ഇത്ര ഒന്നും വിചാരിച്ചില്ല കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി അവരും സിനിമയെ സ്നേഹിക്കുന്നത് നല്ല കഷ്ടപ്പാടാണെന്നുള്ള മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ജീവൻ പണയം വെച്ചാണ്. അത് എന്തെങ്കിലും സംഭവിച്ച പരിപാടി മാറിയില്ലേ. ഫൈറ്റിന്റെ ഇടയിൽ എന്തെങ്കിലും ബ്ലാസ്റ്റിന്റെ സാധനമാണെങ്കിലും മറ്റേ ഈ പടത്തിന്റെ ഷൂട്ടിന്റെ സമയത്താണ് ഒരു ഭീകര പരിപാടി കിട്ടിയിരുന്നത്. ഇപ്പോഴും കയ്യിലൊക്കെ മിക്കവർക്കും അല്ലേ. ബാലുവിന് എന്റെ ഒരു അക്വേറിയം കുട്ടി നേരത്തേക്ക് കാണും. അതെ കാലില് ഇപ്പോഴും ഉണ്ട്. ചെറിയ പീസ് പോയി. പക്ഷെ അത് തൊട്ട് മുമ്പ് വരെയായിരുന്നു, അതിന് മുമ്പ് കിടക്കുന്നതായിരുന്നു. ഇത് ജസ്റ്റ് ഇരുന്നുകൊണ്ടാണ് തട്ടിപ്പോണ്ടായിരുന്നു. ഇത്രയും പറ്റിയുള്ളതുകൊണ്ട് അത് ഭാഗ്യമായിട്ട് കരുതുന്നുള്ളൂ. പക്ഷെ അത് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയാവുന്ന കാൽക്കുലേറ്റഡ് റിസ്കുകൾ മാത്രമല്ല സിനിമയിലുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ അക്വേറിയം പൊട്ടി വീഴുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ പൊട്ടി വീഴാണ്. അത് ഫൈറ്റ് സീക്വൻസ് ഒന്നുമല്ല, ഒരു ഡയലോഗ് സീക്വൻസ് ആണ്. ഒന്നുമില്ല അതില്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. ചില്ലല്ലേ, പൊട്ടാം. നമ്മളിപ്പോ ഇരിക്കുന്ന ആ ചില്ല് പൊട്ടൂല നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അതെ. അപ്പൊ അങ്ങനത്തെ കുറെ റിസ്കുകൾ സിനിമയിൽ. അക്കാര്യം നമ്മൾ പലപ്പോഴും ഇതൊക്കെ പെർമനന്റ് സ്ട്രക്ചേഴ്സ് ആണ്. സിനിമയിൽ നമ്മൾ സെറ്റൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അത് ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ്. ഈ പെർമനന്റ് സ്ട്രക്ചേഴ്സിന്റെ അത്രയ്ക്കും ഉറപ്പില്ലായിരിക്കണമെന്നില്ല അത് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു കറക്റ്റ് ഒരു പോയിന്റിലിട്ട് എല്ലാം കൂടി ഇടിഞ്ഞു വിളിഞ്ഞ് വീണാൽ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനത്തെ റിസ്കുകളും ഉൾപ്പെടെ അത് ഒരു റിസ്ക്. ഇതുപോലെ കുറെ റിസ്ക് ഉണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ ചാടുമ്പോൾ നീന്തലറിയാവുന്നൊരു വെള്ളത്തിൽ പോയിട്ട് മുങ്ങിപ്പോണല്ലേ. അപ്പൊ നമ്മൾ വെള്ളത്തിൽ ചാടുന്ന സീൻ വെള്ളത്തിൽ ചാടുന്നതായിട്ട് അഭിനയിക്കുന്ന സമയത്ത് നമുക്കും അതേ റിസ്ക് ഉണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ വെള്ളത്തിൽ ചാടുന്നതാണെങ്കിലും അണ്ടർ വാട്ടർ പോകുന്നതാണെങ്കിലും ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. എന്നാലേ ഷോർട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഡ്യൂപ്പിന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പോൾ. എന്നാലും ഭയങ്കര റിസ്ക് ഉള്ളത് നമ്മളെക്കാളും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് നമുക്കും അവർക്കും സിനിമയ്ക്കും നല്ലത്. അപ്പൊ അങ്ങനെ അങ്ങനെ ഭയങ്കര പുറത്തുനിന്ന് നോക്കി കാണുന്ന അത്ര എളുപ്പമില്ല. നല്ല നല്ല ടെൻഷനുമാണ് ചില സമയത്തൊക്കെ. നല്ല ഇപ്പം മഞ്ഞുമൽ ബോയ്സിന്റെ 28 ദിവസമാണ് റോപ്പിൽ കിടന്നത് ഞാൻ. അവരാ പടത്തിൽ ഭയങ്കര ഇതായിട്ട് പറയുന്നില്ല, 3 മണിക്കൂർ പരിപാടിയാണെങ്കിലും നമ്മൾ ഈ 26 ദിവസം 27 ദിവസം കിടക്കാൻ നേരത്ത് റെഡി ആവുന്നുണ്ടെങ്കിൽ താഴ്ന്നത് കെട്ടിയത് ഒരു 5 നില ഹൈറ്റിലുള്ള ബിൽഡിങ്ങിന് മുകളിലോട്ടാണ് തൂക്കണം. അത് കയറുമ്പോൾ ഇങ്ങനത്തെ പരിപാടിയും മുകളിൽ പോയി തൂങ്ങി അകത്ത് പോക്കാൻ ഒരു ടെൻഷനുണ്ട്. അത് കാരണം അത് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പേടിയാണ് ഈ റോപ്പും പരിപാടിയും അങ്ങനത്തെ സാധനത്തിൽ എന്തെങ്കിലും പറ്റും. ഈ കപ്പിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അയ്യോ. പിന്നെ അത് താഴത്തേക്ക് വന്ന ഷോട്ട് എടുക്കണം. അപ്പം അങ്ങനെ കയറി ഇറങ്ങലാണ്, അല്ലാണ്ട് അവിടെ പോയി നിന്നിട്ട് പെട്ടെന്ന് വരുന്നതല്ല. അത് കുറേ ആയപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും പൂജയും കാര്യങ്ങൾ. കാരണം പ്രാർത്ഥന കാരണം ഒന്നും വരുത്തരുത്, ആർക്കും ഒന്നും
നമ്മളിപ്പോൾ ഒരു ഫിലിം ചെയ്യാൻ നേരത്തെ ക്യാമറ മുമ്പിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മെയിൻ ഉദ്ദേശം നമുക്ക് ആർക്കും ആക്ടേഴ്സിന് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലും ഒന്നും വരാതെ കാക്കണം എന്നുള്ള അല്ലെങ്കിൽ നോക്കണം എന്നുള്ള സമാധാനമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഒരു ജോലി സ്ഥലങ്ങളിലേക്കാളും ഒക്കെ എനിക്ക് തോന്നുന്നു സിനിമ ലൊക്കേഷനിൽ നമ്മൾ 10-60 ദിവസം നമ്മൾ അല്ലെങ്കിൽ ഒരു 100 ദിവസമൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതൊരു വലിയൊരു ഫാമിലി പോലെയാവും. ഒരിക്കലും എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ അപകടം പറ്റിയാലോ നമ്മളവിടെ കിടന്നു പോവില്ല. നമ്മള് ചുറ്റും ഫാമിലി പോലെ ആൾക്കാരിൽ നിന്ന് നമ്മളെ, അതിപ്പോ എന്റെ കാര്യമല്ല ഞാൻ പറയണത്, ആ ലൊക്കേഷനിൽ ആർക്കെന്ത് പറ്റിയാലും ആൾക്കാരാണെങ്കിലും പ്രൊഡക്ഷൻ ചേട്ടന്മാർ ആർക്കാണെങ്കിലും വന്നാലും കൂടെ ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ള അങ്ങനെ അത് ഓരോ സിനിമയ്ക്കും ഓരോ ആൾക്കാരുമായിരിക്കും. പിന്നെ സാധാരണ ജോലി സമയങ്ങളെക്കാൾ കൂടുതൽ ജോലി സമയം ഉള്ളതുകൊണ്ടും ഈ ജോലിയുടെ സ്വഭാവം ഇതായതുകൊണ്ടും കൂടുതൽ എടുത്ത് ഇടപഴകാനും പറ്റും. അപ്പോൾ ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടാവും. ഒരു 100 ദിവസമൊക്കെ തമ്മിൽ കാണുന്ന ആൾക്കാർ തമ്മിൽ ബോണ്ടിങ് ഉണ്ടാവില്ലേ. എത്ര 100 ദിവസങ്ങൾ, അതായത് നമ്മള് പലപ്പോഴും മുമ്പ് ഒരു 10 സിനിമയിലെങ്കിലും വർക്ക് ചെയ്തവരായിരിക്കും ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ. 10 സിനിമയിലെങ്കിലും എന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വർഷങ്ങളുടെ അടുപ്പായി. അപ്പോൾ ഒരിക്കലും അങ്ങനെ പരിക്കുപറ്റി ഇവിടെയും കിടന്നു പോവില്ല, അപ്പൊ തന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. നിങ്ങൾ രണ്ടുപേരും എങ്ങനെ മീറ്റ് ചെയ്തത്? കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കോമൺ ഇത് കൊണ്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? മായാനദിയാണോ? അല്ലല്ല, അതിന് മുന്നേ ഞാൻ ഗോദയുടെ ഗുസ്തി പിടിക്കാനായിട്ട് ഫോട്ടോ ചെല്ലുമ്പോ പറവയുടെ പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ പിന്നെ ചാർലിയുടെ സമയം തൊട്ട് പിന്നെ കാണുമ്പോ നമ്മൾ ചില്ല് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും റോഡ് സൈഡിൽ കൊച്ചു വെച്ചിട്ടൊക്കെ ഗുസ്തി പഠിക്കാൻ വേണ്ടി വരുമ്പോ ഞാനവിടെ പറവയുടെ പ്രാവിന്റെ പുറകിൽ അത് ഓടി നടക്കണ്ട. അപ്പൊ അങ്ങനെ പലപ്പോഴും കാണും. പിന്നെ ഗപ്പിയുടെ ഷൂട്ടിന്റെ സമയത്ത് പ്രാവിന് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോ അപ്പോഴും അവിടെ അവിടെ നമ്മൾ നാഗർകോവിൽ അവിടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മള് 3 പടം അഭിനയിച്ചു. പക്ഷെ ഞങ്ങള് ഒരു ഫ്രെയിമിൽ ഒരുമിച്ചില്ല, പല പല ക്യാരക്ടേഴ്സ് ആയിട്ടാണ്. ഇതിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതല്ലാതെ ഞങ്ങള് ഫ്രീക്വന്റ് ആയിട്ട് തന്നെ കാണുകയും മിക്ക ദിവസങ്ങളിലും വീഡിയോ കോളിൽ പരസ്പരം ഫാമിലിയും എല്ലാവരും പരസ്പരം അറിയാവുന്ന. ഇതിലെങ്ങനെയാ ഈ നടികരുടെ ഇതിലേക്ക് വരുമ്പോ ഈ എന്താണ് നിങ്ങളുടെ ക്യാരക്ടേഴ്സ് സ്പോയിൽ ചെയ്യാതെ? അത് സ്പോയിലർ അല്ല, പടത്തിന് തുടക്കത്തിൽ വരുന്നതാണ്. ഒരു ആക്ടറും ആക്ടിംഗ് ട്രെയിനറാണ്. അതും ഇവർ രണ്ടുപേരുടെയും തമ്മിലുള്ള കുറെ കോൺഫ്ലിക്റ്റുകളുണ്ട്. എന്നാൽ ആ റിലേഷൻഷിപ്പിനെ ആ കോൺഫ്ലിക്റ്റുകൾ എങ്ങനെ ഡീപ്പർ ആക്കുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ ഇവരിൽ പ്രത്യേകിച്ച് ഈ ഡേവിഡ് പടിക്കലിന്റെ ക്യാരക്ടറിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ആസ് എ ഹ്യൂമനും ആസ് എൻ ആക്ടറുമുള്ള ഇയാളുടെ ഒരു ജേണിയാണ് അത്. ചോദിക്കാൻ കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ ലാലിന്റെ ജൂനിയറിന്റെ പടമായിരുന്നു. അതിൽ ഇതുപോലെ ഒരുപാട് ഈ സെറ്റാരിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. കൂടെ തന്നെ ഫുൾ ടൈം ത്രൂ ഔട്ട് ഞങ്ങൾ 4 പേരും ത്രൂ ഔട്ട് ഒരുമിച്ചുണ്ട്. ഞാനും സൗബയ്ക്കും സുരേഷ് ചേട്ടനും ബാലും ഒരുമിച്ചുള്ളതാണ് ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയങ്ങളിൽ. അത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ആക്ടിംഗ് ട്രെയിനർ സുരേഷ് ചേട്ടൻ എന്റെ മാനേജർ, ഡേവിഡ് പടിക്കലിന്റെ മാനേജറായിട്ട്, പിന്നെ ബാലു അസിസ്റ്റന്റ് ആയിട്ട് ഡേവിഡിന്റെ. അത് ഈ ഇതില് ലാൽ ജൂനിയർ ആക്ടറും കൂടി ആയതുകൊണ്ട് നിങ്ങളുടെ മഞ്ഞുമല്ലും ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര രസമുള്ള ആക്ടർ. അത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഖാലിദ് റഹ്മാൻ പറവയിലുണ്ടായിരുന്നു. പക്ഷെ പറവയിലുണ്ടായിരുന്ന കാര്യം അധികം പേര് അറിഞ്ഞില്ല. മായനദിയിലുണ്ട്, ഉണ്ടല്ലേ? പിന്നെ നമ്മള് മിക്കടെ പടം ഒരു 2 ഷോട്ടിൽ നിന്നിട്ട് ഓടിക്കളഞ്ഞ കല്യാണപ്പാട്ടില് ഈ അടുത്തൊരു പടത്തില് കണ്ടത്. ഏത് പടത്തിൽ തോന്നിട്ടില്ല. മഞ്ഞുമല ഇറങ്ങിയ സമയത്ത് ABCD റഹ്മാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അന്നുപോലെ എനിക്ക് റഹ്മാനും പരിചയമുണ്ട്. അല്ല, ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ആക്ടേഴ്സ്, അതായത് ഡയറക്ടേഴ്സ് ആക്ടേഴ്സും കൂടി ആണെങ്കിൽ ആ ഒരു എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കാരണം സ്വാഭിക ബ്രോഡാഡിയിൽ പൃഥ്വിരാജിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ടോവിയും ഉണ്ട്, പിന്നെ ഈ പറയുന്ന ഖാലിദ് റഹ്മാൻ, ലാൽ ജൂനിയർ. ഇപ്പോൾ ചിലർ പറയും സംവിധായകർ അഭിനയിച്ച് കാണിക്കാൻ പാടില്ല, ചിലർക്ക് ആ അപ്രോച്ച് പറ്റില്ല. പക്ഷെ അതേസമയം ഓരോ സംവിധായകർക്കും ഓരോ രീതികളാണ്. അത് എങ്ങനെയാണെങ്കിലും നമുക്ക് എന്താ സിനിമ നന്നാവണം, പെർഫോമൻസ് നന്നാവണം. അതിനപ്പുറത്ത് സംവിധായകൻ അഭിനയിച്ച് കാണിച്ചില്ല എന്നുള്ളതൊന്നും പ്രേക്ഷകർ അറിയേണ്ട കാര്യമില്ല, അവരറിയാനും പോകുന്നില്ല. സിനിമയിൽ നമ്മൾ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത് സംവിധായകരും ആക്ടേഴ്സും കൂടെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ആക്ടേഴ്സിന്റെ തോട്ട് പ്രോസസ്സ് കുറച്ചും കൂടെ മനസ്സിലാക്കി ചെയ്യാൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഭിനയിച്ച് കാണിക്കുന്നതിനെക്കാട്ടി കുറവ് ആ ക്യാരക്ടർ എന്തായിരിക്കും, അയാൾ മൂഡ് എന്തായിരിക്കും, അങ്ങനത്തെ ഡിസ്കഷൻ ആയിരിക്കും കൂടുതലും. അല്ലാണ്ട് ഇങ്ങനെ ചെയ്ത് അങ്ങനെയല്ല. അവർക്കൊരു സ്പേസ് കൊടുത്ത് ഇവൻ ഇങ്ങനെ ആയിരിക്കും, അല്ലെ നമ്മൾ തന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും പരസ്പരം.
അങ്ങനെ ആയിരിക്കില്ലേ? അതാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത് ആക്ട് ചെയ്യാൻ വേണ്ടി. നല്ല സംവിധായകരും നല്ല നടനും രണ്ടും ഒരേപോലെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻസ് തന്നിട്ട് അവർ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അതാണ് അവർക്കറിയാലോ നമ്മൾ മുഖത്ത് കുറച്ചും അങ്ങനെ നോക്കിയിട്ട് അവിടെ വേണ്ട വേണമെങ്കിൽ ഇവിടെ നോക്കി സംസാരിച്ചു, അല്ലെങ്കിൽ അത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആലോചിച്ചത് നമ്മൾ ചോദിക്കാനായിട്ട് ഇതായിരുന്നു. അപ്പോൾ അവർക്കും കിട്ടും, നമ്മൾ ഉദ്ദേശിച്ചാണ് അവർക്ക് കിട്ടിയെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഷ്യാമേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നേരത്ത് ശ്യാം പുഷ്കരൻ, ഷ്യാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നേരത്ത് ഷ്യാം വന്നിട്ട് ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ആണെങ്കിലും അതിൽ ഷ്യാം വന്നിട്ട് ഇങ്ങനെ ചെയ്യാനല്ല പറയണത്, അയാളുടെ വിഷമങ്ങളും അയാളുടെ കാര്യങ്ങളും അയാൾ ഇങ്ങനെ ആയിരിക്കും, അതിനെക്കുറിച്ചാണ് പറയണത്, ആ ക്യാരക്ടറിനെ കുറിച്ചാണ് പറയണത്. എന്നിട്ട് നമുക്ക് നോക്കാം അങ്ങനെ പറയുന്നത്, അല്ലാണ്ട് മച്ചാൻ അവിടെ നോക്ക് ഇവിടെ നോക്ക് അങ്ങനൊന്നുമില്ല. നല്ല രസമുള്ള ആക്ടറാണ്. ഇപ്പൊ തെളിയിച്ചല്ലോ. അതുപോലെ ഒരു പ്രശ്നമുണ്ട്, വണ്ടി ഓടിക്കാൻ പറ്റുമോ? വണ്ടി ഓടിക്കാൻ അറിയില്ല. അല്ല പുള്ളി പിന്നെ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ഒരു റൈറ്ററും കൂടിയാണ് അല്ലേ മറ്റുള്ള റൈറ്റേഴ്സിനെ വെച്ചോ? ഓരോരോ ക്യാരക്ടേഴ്സിന്റെ അവരുടെ കറക്റ്റ് ഡെപ്ത് അറിയാവുന്ന ഒരു റൈറ്ററും കൂടിയാണ് അവരെ. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല അതിന്റെ തുടക്കത്തിൽ അയാളുടെ കണക്ട് ചെയ്യുന്ന, ഭയങ്കര ഫാമിലിയും കണക്ട് ചെയ്യുന്ന ഭയങ്കര രസമായിട്ടുള്ളൊരു റൈറ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈറ്ററാണ്. അതെ അതെ. അപ്പോൾ ഈ ഫഹദ് നമ്മുടെ ഒരു ഇന്റർവ്യൂല് ഇപ്പം 2 ദിവസം മുന്നേ വന്ന ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ഓഡിയൻസ് ഇപ്പം ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഭയങ്കരമായിട്ട് അങ്ങനെ ചിന്തിച്ച് എന്താ ഒരു ഡിന്നർ ടേബിൾ കോൺവെർസേഷനോ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ അങ്ങനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് സിനിമ കണ്ടു കഴിഞ്ഞ് അവിടെ തീരണം എന്നുള്ളൊരു ഇതാണ്. ഇത്രയും ഹീറ്റഡ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് രണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മള് ചെറുപ്പം മുതലേ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് സിനിമയിലെ റെഫറൻസസ്, നമ്മൾ സ്വാഭാവിക ജീവിതത്തിൽ നമ്മുടെ സംസാരത്തിൽ സിനിമ ഡയലോഗുകൾ വരും. നമ്മളിപ്പോ ഏത് കല്യാണ വീട്ടിലാണ് മോനെ കുറച്ച് ചോറിട്ടെ, അത് പറയാത്ത ഏത് കല്യാണ വീടുണ്ട്. അപ്പൊ സിനിമയും നമ്മളും തമ്മിൽ ഒരുപക്ഷെ സിനിമ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മീഡിയം ആയതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റേത് ജോലിയും പോലെ ചെയ്തു കഴിഞ്ഞു പോയി, അതിനപ്പുറത്തേക്കുള്ള ഡിസ്കഷൻസിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ നമുക്കങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റില്ല. കാര്യം നമ്മൾ അത്രയും സിനിമയും ആളുകളും നമ്മൾ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത് എന്നും പറയാൻ പറ്റില്ല. ഇല്ല ഞാൻ അങ്ങനെ തന്നെ. കാരണം അത് ചിലരിൽ അത് മുന്നോട്ട് പോകും. ഇപ്പം ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു ഫിലിം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ആളത്തെ ചെറിയ ഡിസ്കഷനിൽ അത് പറയുകയും ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു സ്ഥലത്ത് പോകുന്ന നേരത്ത് ഞാൻ തന്നെ ടോപ്പിക് ഇട്ട് ഞാൻ കണ്ടിട്ട് പാടുമ്പോൾ ഞാൻ തുടക്കം ഞാൻ പറയും. കാരണം എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ഞാൻ പറയും മച്ചനെ കാണണോട്ടോ, അത് ഭയങ്കര ഒരു സീക്വൻസ് ഒക്കെ പറയും. അത് വെറുതെ ഇരുന്ന് അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയാലും വീട്ടുകാർക്ക് ഞാൻ ഇതാ പറയണത്. എനിക്ക് ത്രൂ ഔട്ട് അതേ ഉള്ളൂ. പിറ്റേ ദിവസം സെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ സെറ്റിൽ ഞാൻ പറയും. ഞാൻ കൂടുതൽ സിനിമയിൽ വരുമെന്നൊന്നും അറിയാൻ പാടില്ലാത്തൊരു കാലത്ത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ സിനിമ എന്ന് പറഞ്ഞൊരു മേജർ സംസാര വിഷയമാണ്. അതിനകത്ത് ഇപ്പം ഞാൻ എന്ത് സിനിമാ വാരിക കിട്ടിയാലും വായിച്ചു നോക്കുകയും ഒരു സിനിമ കണ്ടിട്ട് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ കാമുകിനെ ഫോൺ വിളിച്ചിട്ട് പറയുമ്പോൾ എന്തൊക്കെ പറയാം, ഞാൻ പറയണ സിനിമയുടെ ഫുൾ കഥ പറയും. എൻ്റെ സംസാരിച്ചാൽ പിന്നെ സിനിമ കാണാൻ പറ്റില്ല അവൾക്ക്. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാല്. അതെ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഞാൻ എന്തിനാണ് സിനിമയുടെ കഥ എൻ്റെ കാമുകിക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പക്ഷെ അതങ്ങനെയാണ്. സിനിമയോട് ആൾക്കാർക്കുള്ള ഇഷ്ടം കൊണ്ടാണ് അതങ്ങനെയെന്ന് എനിക്ക് തോന്നണേ. പക്ഷെ അതല്ലാതെ അതിൽ കൂടുതലുള്ള പ്രാധാന്യമൊന്നും ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്കോ സിനിമാ നടന്മാർക്കോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇതൊരു എന്റർടൈൻമെന്റ് മീഡിയമാണ്. എന്റർടൈൻമെന്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ ചില സീക്വൻസ് ഒക്കെ വീട്ടിൽ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു എത്താനത്ത് വൈഫിൻ്റെ അടുത്താണെങ്കിലും ഇന്നത്തെ സീൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും. എനിക്ക് അത് കൊള്ളാലെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം അത് ഉള്ളിലെ നമുക്ക് തന്നെ ഒരു സന്തോഷമാണല്ലോ. കലാരൂപം അതായത് ഇത്രയും ജനകീയം എന്ന് പറയാൻ കാരണം വെച്ചാൽ ആൾക്കാർക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ് സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയം. ചിലർക്ക് തെറപ്പിയാണല്ലോ, ചിലർക്ക് തെറപ്പിയാണ്. അത് അപ്പോൾ സിനിമനെ നമ്മൾ ശരിക്കും പറഞ്ഞത് ഒരു എന്റർടൈൻമെന്റ് മീഡിയം മാത്രമാണ്. പക്ഷെ ആൾക്കാർ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ ഈ തെറപ്പി ആയിട്ടും ഒക്കെ കുമ്പളങ്ങി നൈറ്റ്സിലെ സീക്വൻസ് ഇല്ലേ, കരഞ്ഞു പറയുന്നത് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഒരു അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മീഡിയം ആയതുകൊണ്ട് തന്നെയാണ്. അതെ അതെ. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോഴാണല്ലോ നമ്മൾ ഫാഷൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഇപ്പൊ എല്ലാം അടുത്ത് കിട്ടുന്നല്ലോ. അതെ, പണ്ട് ഒരു ഫിലിം ഇറങ്ങി ആ ഓണത്തിനോ ക്രിസ്മസിനോ അങ്ങനത്തെ ആ ഫിലിം ഇറങ്ങി അത് ഹിറ്റാവും, അല്ലെങ്കിൽ അതിന്റെ സോങ് വന്നതിന് ശേഷം നമ്മൾ ആ പടത്തിലെ ഡ്രസ്സായിരിക്കും അന്നത്തെ ഓണത്തിനോ
അല്ലെങ്കിൽ ക്രിസ്മസിനോ പെരുന്നാളിനോ നമ്മൾ ആ ഫാഷനാണ് നമ്മൾ പോയിരുന്നത് അല്ലേ. ജോണി വാക്കർ കഴിഞ്ഞിട്ട് ഞാൻ കുറെ കാലം മറ്റേ നമ്മൾ ഹിറ്റ്ലറിന് ഞാൻ ക്ലബ്ബിൽ നമ്മളെല്ലാവരും പല പല കളർ തിളങ്ങണ ഷർട്ട് അതായിരുന്നു മൊത്തത്തില്. കാരണം അത് അങ്ങനെ ആയിരുന്നില്ല, പണ്ട് ഫിലിമിലൂടെ ആയിരുന്നല്ലോ നമ്മൾ ഫാഷൻ പിടിച്ചോണ്ടിരുന്നത്. അതുകൊണ്ടായിരുന്നു അതൊരു ട്രെൻഡ്. അങ്ങനെ കുറെ സിനിമയ്ക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഇത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ എനിക്കും സിനിമേനെ അങ്ങനെ ഞാൻ കണ്ടിരുന്നു. കൂട്ടുകാരായിട്ടുള്ള ഡിസ്കഷൻസിലൊക്കെ ഒരു ദിവസം പോലും സിനിമയെ പറ്റി സംസാരിക്കാതെയോ അല്ലെങ്കിൽ ഒരു സിനിമ റെഫറൻസ് നമ്മുടെ റിയൽ ലൈഫിൽ പറയാതെയോ കടന്നു പോകുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ പെർസ്പെക്റ്റീവ് ആണല്ലോ അത്. എൻ്റെ മോനായിട്ട് ഇപ്പം ഞാൻ പുറത്തു വന്ന നേരത്തിന് ഒരാന് സ്കൂളിൽ പോകുന്ന വഴിക്ക് തന്നെ 5 വയസ്സാവുന്നുള്ളൂ. സ്കൂളിൽ പോകുന്ന വഴിക്ക് തന്നെ എവിടെയൊക്കെ പോസ്റ്റർ ഉണ്ട്, ഏതൊക്കെ സ്ഥലത്തുണ്ട് എന്നുള്ള കാര്യം പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. ഞാനും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന നേരത്ത്, സ്കൂൾ ബസ്സിൽ പോകുന്ന നേരത്ത് ആ വണ്ടി എടുക്കുന്ന ചേട്ടൻ പറയും, ഇവിടെ ഉള്ള എല്ലാ പോസ്റ്ററും എനിക്ക് അറിയാട്ടെ എവിടെയെന്ന്. കാര്യം ചേട്ടാ അതേ അവിടെ അബ്ബ മറ്റേ മഞ്ഞൊരു വോയിസ് പറഞ്ഞിട്ട് കാണിച്ച് ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ പടം മാറി, ഇപ്പോൾ വേറെ പടങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ പോസ്റ്റർ ഇല്ല. അപ്പോൾ മഞ്ഞുൽ ബോയ്സ് പോസ്റ്റർ നോ, ഞാൻ വേറെ പടം വന്ന്. അപ്പോൾ ആ പടത്തിൽ അപ്പം ഞാൻ ആ സ്ഥലത്തല്ല എൻ്റെ വേറെ പടങ്ങൾ വരും. അവർക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ ഇവിടുന്ന് കാക്കനാട്ടിലുള്ള എല്ലാ സ്ഥലത്തുള്ള പോസ്റ്ററും ഇവർക്ക് കാണാം. അപ്പോൾ തിരിച്ചു വരുമ്പോഴും അതിനനുസരിച്ച് ഇവർ വഴികളും പഠിക്കുന്നുണ്ട്, അത് ഏതൊക്കെ സൈഡിലാണ് മറ്റേ വെറുതെ കാണിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ കാണുന്ന അവിടെ ഒട്ടിച്ചിട്ടുണ്ടോ, ഇവരതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ കുട്ടികൾക്കാണെന്ന് തോന്നുന്നു കുറച്ച് കൂടുതൽ. ഇപ്പൊ എൻ്റെ വീട്ടില് കുറെ കുട്ടികളുള്ള വീടാണല്ലോ. എനിക്ക് എൻ്റെ 2 പിള്ളേരുണ്ട്, എൻ്റെ ചേട്ടന് 2 പിള്ളേരുണ്ട്, ചേച്ചിക്ക് 3 പിള്ളേരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മോൻ 3 വയസ്സുള്ള 3.5 വയസ്സുള്ള അവൻ പറഞ്ഞു ജെ കിഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നടപ്പുണ്ട്. അതുപോലെ ഇപ്പൊ ഇങ്ങനെ ഇലുമിനാറ്റി നടപ്പുണ്ട്. അങ്ങനെ പിന്നെ പല പല ഇവര് കാണാൻ പോവുകയും ചെയ്യും. ഇത് കണ്ടു കഴിയുമ്പോൾ ഇവര് തിയേറ്ററിൽ പോകാൻ ഇഷ്ടമാണ്. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ ചെറുപ്പത്തില്? അതെ, ഞാനൊക്കെ ജനിക്കുമ്പോൾ തന്നെ വീട്ടിൽ ഫിലിമാണ്. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജറും കൺട്രോളറൊക്കെ ആയിരുന്നില്ല. അപ്പോൾ ചെറുതിലേ അത് തന്നെയാണ്. ഇവരെ തിയേറ്ററിൽ പോകാനും ഇഷ്ടമാണ്. തിയേറ്ററിൽ പോയിട്ട് മറ്റേ കരച്ചിലോ വേളൊന്നുമില്ല, കറക്റ്റ് ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്, ഭയങ്കരമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്കങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല പ്രേക്ഷകർക്ക്. നമുക്ക് നമ്മുടെ ജോലി ചെയ്യുക, ആ ജോലിക്ക് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, സംസാരിക്കാതിരിക്കാം, അത് അവരുടെ ചോയ്സാണ്. അപ്പോൾ നടികറിന് എല്ലാ വിജയം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. GT Holidays, South India's #1 travel brand. GUVI, a vernacular edutech brand, skilling everyone, everywhere.